ഓണത്തിന് ഇനി അധികം നാളുകളില്ല. ഓണം ആരംഭിക്കുന്നതിന് മുൻപായി ജീവിതത്തിലെ സകല ദുഃഖ ദുരിതങ്ങളും മാറി സമൃദ്ധിയും സന്തോഷവും ജീവിത ഉയർച്ചയും കൈവരിക്കാൻ പോകുന്ന, ജീവിതത്തിൽ ഇനി രക്ഷപ്പെടുന്ന സമയം ആരംഭിക്കുന്ന ചില ഭാഗ്യ നക്ഷത്രക്കാരുണ്ട്. ആ നക്ഷത്രങ്ങളിൽ ഇപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളോ അതുമല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലെ ഒരു അംഗമെങ്കിലും തീർച്ചയായും കാണും. വീട്ടിലെ ഒരു അംഗമെങ്കിലും ഈ നക്ഷത്രങ്ങൾ ഉൾപ്പെടുന്നുണ്ടെങ്കിൽ അതിന്റെ ഭാഗ്യം നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. വരാനിരിക്കുന്ന ഓണം നിങ്ങളുടെ കഷ്ടപ്പാടുകളൊക്കെ നീക്കി വലിയ ഉയരങ്ങളിൽ, സന്തോഷ നിമിഷങ്ങളിൽ നിങ്ങളെ എത്തിക്കും. അത് ചിലപ്പോൾ ഒരു ലോട്ടറി ഭാഗ്യത്തിലൂടെയോ, അല്ലെങ്കിൽ ആഗ്രഹിച്ച ജോലി സ്വന്തമാക്കുന്നതിലൂടെയോ, അതുമല്ലെങ്കിൽ ആഗ്രഹിച്ച വ്യക്തിയെ വിവാഹം കഴിക്കുന്നതോടുകൂടിയോ രക്ഷപ്പെടാനുള്ള സമയം നിങ്ങളിൽ ആരംഭമാകും. ഒട്ടനവധി കാര്യങ്ങളാണ് നിങ്ങളെ ഈ ഓണത്തോടെ കാത്തിരിക്കുന്നത്. ഇങ്ങനെ വലിയ ഒരു അവസരമാണ് ഈ നക്ഷത്രക്കാരെ കാത്തിരിക്കുന്നത്. അതിസമ്പന്നതയിൽ നിങ്ങൾ എത്തിച്ചേരും. നിങ്ങൾ ഇപ്പോൾ എത്ര വലിയ ദുഃഖം അനുഭവിക്കുന്നുണ്ട് എങ്കിലും ആ ദുഃഖ ദുരിതങ്ങളും രോഗപീഠകളും ശത്രുദോഷങ്ങളും ഒക്കെ നിങ്ങളെ വിട്ടുമാറുന്ന ഭാഗ്യം അനുകൂലമാവുന്ന സമയം ആഗതമായിരിക്കുന്നു. ഇനിയുള്ള ദിവസങ്ങളിൽ ഭാഗ്യത്തിന്റെയും നേട്ടങ്ങളുടെയും വാതിൽ നിങ്ങൾക്ക് മുമ്പിൽ തുറക്കപ്പെടും. അപ്പോൾ ജീവിത ദുഃഖ ദുരിതങ്ങളൊക്കെ അവസാനിക്കുന്ന, ഭാഗ്യത്തിനു മേൽ ഭാഗ്യം കരസ്ഥമാക്കാൻ പോകുന്ന ഭാഗ്യദേവതയുടെ അനുഗ്രഹം ലഭിച്ച ആ ഭാഗ്യ നക്ഷത്രക്കാർ ആരൊക്കെയെന്ന് നമുക്ക് വിശദമായി നോക്കാം. അതിനു മുമ്പായി ശത്രുദോഷത്താലും ആഗ്രഹിച്ച കാര്യങ്ങൾ തടസ്സങ്ങൾ മൂലം നഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ പേരും നാളും കമന്റ് ചെയ്യാൻ മറക്കരുത്. മഹാദേവനെ പ്രാർത്ഥിക്കുന്ന വേളയിൽ നിങ്ങൾക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാം. മഹാദേവന്റെ അനുഗ്രഹത്താൽ സകല സൗഭാഗ്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ ഇനി മുതൽ വന്നു ചേരുന്നതാണ് തീർച്ച. ഇനി പറയാൻ പോകുന്ന നക്ഷത്രക്കാർക്ക് ഭാഗ്യങ്ങളുടെ നേട്ടം 100% ഉറപ്പാണ്. ഈ വട്ടം നിങ്ങളുടെ ജീവിതത്തിൽ ഇനി നേടാൻ സാധിക്കില്ല എന്ന് കരുതിയ പല കാര്യങ്ങളും നിങ്ങൾക്ക് നടന്നു കിട്ടും. അസാമാന്യ ഭാഗ്യമാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. ഇനി പറയാൻ പോകുന്ന നക്ഷത്രക്കാർ നിങ്ങളുടെ ഇഷ്ട ദൈവം ആരാണോ ആ ദൈവത്തിൽ പൂർണ്ണ വിശ്വാസത്തോടെ മുന്നോട്ടു പോകണം. നിങ്ങളാൽ കഴിയുന്ന യഥാശക്തി വഴിപാടുകളൊക്കെ നിങ്ങളുടെ ഇഷ്ട ദൈവത്തിന് സമർപ്പിക്കണം. ഇതുവരെ ജീവിതത്തിൽ നിന്ന് നഷ്ടപ്പെട്ടതൊക്കെ തിരിച്ചു ലഭിക്കുന്ന രീതിയിലുള്ള മഹാഭാഗ്യമാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. വരാൻ പോകുന്ന ഓണത്തോടുകൂടി നിങ്ങളുടെ ജീവിതം മാറിമറിയും. പല നല്ല കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ നടക്കും. ആഗ്രഹിച്ചതും കൊതിച്ചതും ഒക്കെ സ്വന്തമാക്കാൻ സാധിക്കുന്ന, ജീവിതത്തിൽ ഇതുവരെ ലഭിക്കാത്ത തരത്തിലുള്ള ഭാഗ്യ സമയമാണ് നിങ്ങൾക്ക് അനുകൂലമായി വന്നു ചേർന്നിരിക്കുന്നത്. ആദ്യത്തെ നക്ഷത്രം അശ്വതിയാണ്. ധാരാളം ധനപരമായ ഉയർച്ച നിങ്ങളെ തേടിയെത്തും. ജീവിതം വലിയ രീതിയിലുള്ള വിജയത്തിലേക്ക് എത്തുന്ന സമയമാണ്. ഇതുവരെ അനുഭവിച്ച ദുഃഖ ദുരിതങ്ങളും പ്രയാസങ്ങളും ഒക്കെ അശ്വതി നക്ഷത്രക്കാരിൽ നിന്നും വിട്ടുമാറും. ആഗ്രഹിച്ച രീതിയിലുള്ള നേട്ടം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ബിസിനസ് മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് ഇതുവരെ അനുഭവിച്ചിരുന്ന നഷ്ടങ്ങളും പ്രയാസങ്ങളും കടങ്ങളും ഒക്കെ മാറി നല്ല രീതിയിൽ ബിസിനസ് വളർത്തിക്കൊണ്ടു പോകുന്നതിനും പുതിയൊരു തലത്തിലേക്ക് ബിസിനസിനെ എത്തിക്കുന്നതിനുമുള്ള അനുകൂല സമയം ഈ ചിങ്ങത്തോടുകൂടി വന്നു ചേരും. ധനപരമായിട്ടും കുടുംബ ജീവിതത്തിലും വിദ്യാഭ്യാസ മേഖലയിലും ഒക്കെ വിജയം നിങ്ങൾക്കിനി ഉറപ്പാണ്. അടുത്തത് ഭരണി നക്ഷത്രമാണ്. ഇവർക്കും ധാരാളം ധനം വന്നു ചേരാൻ പോകുന്ന സമയം. അതുപോലെ ഏറെ നാളായുള്ള നിങ്ങളുടെ പരിശ്രമങ്ങളൊക്കെ ഇനി വിജയം കണ്ടെത്തും. എന്തുകൊണ്ടും ഇറങ്ങിത്തിരിക്കുന്ന കാര്യങ്ങളിൽ വിജയം നിങ്ങൾക്ക് അനുകൂലമാകുന്ന രീതിയിലുള്ള നേട്ടങ്ങൾ സ്വന്തമാക്കാൻ സാധിക്കും. കുടുംബത്തിൽ മംഗളകർമ്മങ്ങൾ നടക്കും. ഏറെ നാളായി ഒരു വിവാഹ ആലോചനയൊക്കെ നോക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ ഇഷ്ടപ്പെട്ട ജീവിത പങ്കാളിയെ സ്വന്തമാക്കാനുള്ള സമയം ആഗതമായിരിക്കുന്നു. ഇനി നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വഴിത്തിരിവ് വരാനുള്ള സമയമാണ്. അത് ചിലപ്പോൾ വിവാഹത്തിലൂടെയാകാം, അല്ലെങ്കിൽ നിങ്ങൾ ഇഷ്ടപ്പെട്ട ഒരു ജോലി ലഭിക്കുന്നതിലൂടെയാകാം, അതുമല്ലെങ്കിൽ ഒരു ലോട്ടറി ഭാഗ്യം വരുന്നതിലൂടെയാവാം. എന്താണെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ ഇതുവരെ അനുഭവിച്ചു വന്നിരുന്ന കഷ്ട നഷ്ട ദുരിതങ്ങളൊക്കെ മാറാൻ പോകുന്നു. ഭരണി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ഓണം ആരംഭിക്കുന്നതിന് മുൻപായി വലിയ രീതിയിലുള്ള ജീവിതം തന്നെ മാറ്റിമറിക്കുന്ന തരത്തിലുള്ള നേട്ടങ്ങളാണ് കാത്തിരിക്കുന്നത്. അടുത്തത് രോഹിണിയാണ്. ഇവരുടെ ജീവിതത്തിൽ വളരെയധികം ബുദ്ധിമുട്ടുകൾ ഇവർ അനുഭവിച്ചു കഴിഞ്ഞു. പറയാൻ തുടങ്ങിയാൽ കയ്യും കണക്കുമില്ലാത്ത രീതിയിലുള്ള പ്രയാസങ്ങളാണ് ഈ രോഹിണി നക്ഷത്രക്കാർ ഇതുവരെയും അനുഭവിച്ചിരുന്നത്. കുടുംബത്തിലാണെങ്കിലും
ജോലി സ്ഥലത്താണെങ്കിലും വിദ്യാർത്ഥികളെ സംബന്ധിച്ചു പോലും മാനസികമായി വലിയ രീതിയിലുള്ള പ്രയാസങ്ങൾ അനുഭവിച്ചിരുന്നു. വിവാഹ ജീവിതത്തിൽ ദമ്പതികൾ തമ്മിൽ പിരിയുന്ന രീതിയിലുള്ള പ്രയാസങ്ങളാണ് രോഹിണി നക്ഷത്രക്കാർ ഇതുവരെയും അനുഭവിച്ചത്. പല കാര്യങ്ങളും കയ്യിൽ കിട്ടിയിട്ട് തട്ടിത്തെറിച്ചു പോയ അവസ്ഥയായിരുന്നു. ആ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെ നിങ്ങളെ വിട്ടുമാറാൻ പോകുന്നു ഈ ഓണം ആരംഭിക്കുന്നതിന് മുൻപായി. പുതിയ അവസരങ്ങൾ നിങ്ങളെ തേടിയെത്തും. ആ അവസരങ്ങളൊക്കെ പ്രയോജനകരമാക്കി എടുക്കാൻ ശ്രമിച്ചാൽ ജീവിതത്തിൽ വലിയ നിലയിൽ നിങ്ങൾ എത്തിച്ചേരും. ഇതുവരെ ഒഴുക്കിയ കണ്ണുനീരിന്റെ ഫലമെന്ന പോലെയാണ് രോഹിണി നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഇപ്പോൾ, അതായത് ഈ ഓണം ആരംഭിക്കുന്നതിന് മുൻപായി ഗ്രഹമാറ്റങ്ങളുടെ അടിസ്ഥാനത്തിൽ ഈ ഭാഗ്യം വന്നു ചേരാൻ പോകുന്നത്. ജീവിതം രക്ഷപ്പെടാൻ പോകുന്നു. ഇതുവരെ ഒഴുക്കിയ കണ്ണുനീരൊക്കെ നിങ്ങൾ ജീവിതത്തിൽ നിന്നും മായ്ക്കുന്ന രീതിയിലുള്ള സൗഭാഗ്യമാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. ഇത്രയും നാളത്തെ കഷ്ടപ്പാടിൽ നിന്ന് ഒരു ഭാഗ്യം എന്നോളമാണ് ഈ ഒരു യോഗം നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേർന്നിരിക്കുന്നത്. അത് പ്രയോജനപ്പെടുത്തിയെടുത്ത് ജീവിതത്തിൽ രക്ഷപ്പെടാൻ ശ്രമിക്കുക. കിട്ടുന്ന അവസരങ്ങളൊക്കെ കഴിവിന്റെ പരമാവധി പരിശ്രമിച്ച് വിജയമാക്കാൻ ശ്രമിക്കുക. ജീവിതം രക്ഷപ്പെടും. അടുത്തത് മകയിര നക്ഷത്രമാണ്. കഴിഞ്ഞ കുറെ നാളുകളായി മകയിര നക്ഷത്രക്കാരുടെ കുടുംബ ജീവിതം വളരെയധികം പ്രയാസത്തിലായിരുന്നു. വിവാഹം കഴിഞ്ഞെങ്കിലും ദമ്പതികൾക്കിടയിൽ സന്തോഷമല്ലാത്ത നിമിഷങ്ങളും വളരെയധികം ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെയാണ് അനുഭവിച്ചിരുന്നത്. ജീവിതത്തിലാണെങ്കിൽ തന്നെ കഷ്ടപ്പാടും ബുദ്ധിമുട്ടുകളും ഒക്കെയായിരുന്നു. കുടുംബ പ്രശ്നങ്ങളാൽ വലയുകയായിരുന്നു എന്ന് തന്നെ പറയാം. ഇനി നിങ്ങളെ ബാധിച്ചിരുന്ന ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെ മാറാൻ പോകുന്നു. സന്തോഷകരമായ ഒരു കുടുംബജീവിതം ജീവിത പങ്കാളിയോടും മക്കളോടും വീട്ടിലെ മറ്റു കുടുംബാംഗങ്ങളോടുമൊത്ത് ഐക്യതയോടുകൂടി മുന്നോട്ട് പോകാൻ സാധിക്കും. സാമ്പത്തികപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഏറെ നിങ്ങളെ വലച്ചിരുന്നു. ആ ബുദ്ധിമുട്ടുകളൊക്കെ മാറ്റുന്ന രീതിയിലുള്ള ധനം നിങ്ങൾക്ക് ഓണത്തിന് മുമ്പായി വന്നു ചേരും. സാമ്പത്തിക പ്രയാസങ്ങളൊക്കെ നിങ്ങളെ വിട്ടുമാറുമെന്നർത്ഥം. ലോട്ടറി ഭാഗ്യം മൂലമോ അല്ലെങ്കിൽ മുൻ നിക്ഷേപങ്ങൾ എന്തെങ്കിലും, അതായത് സാമ്പത്തികമായിട്ടുള്ള മുൻ നിക്ഷേപങ്ങൾ നടത്തിയിട്ടുണ്ടെങ്കിൽ അതിൽ നിന്നും വലിയ രീതിയിലുള്ള ലാഭവും പ്രതീക്ഷിക്കാം. ഏറെ നാളായി കടം കൊടുത്തിട്ട് തിരികെ ലഭിക്കാതിരുന്ന പൈസ ഈ ഓണം ആരംഭിക്കുന്നതിന് മുൻപായി നിങ്ങൾ പ്രതീക്ഷിക്കാത്ത സമയത്ത് നിങ്ങളുടെ കൈകളിൽ എത്തിച്ചേരും. അതിപ്പോഴത്തെ നിങ്ങളുടെ സാമ്പത്തിക പ്രതിസന്ധികൾ തരണം ചെയ്യുന്ന രീതിയിലായിരിക്കും. സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊക്കെ മാറി മകര നക്ഷത്രക്കാർ ഇനി കുടുംബജീവിതത്തിലും തൊഴിൽ മേഖലയിലും വിദ്യാഭ്യാസ മേഖലയിലും എല്ലാം തന്നെ ഉയരങ്ങൾ കീഴടക്കാൻ പോവുകയാണ്. അടുത്തത് പൂരം നക്ഷത്രമാണ്. ഇവരെ കാത്തിരിക്കുന്നത് ഇനി നേട്ടങ്ങൾ സൃഷ്ടിക്കുന്ന അവസരങ്ങളുടെ കാലമാണ്. ഒരു തൊഴിൽ എന്ന നിങ്ങളുടെ ആഗ്രഹം പൂവണിയാൻ പോകുന്നു. നിങ്ങൾ ആഗ്രഹിച്ചതും കൊതിച്ചതുമായ എല്ലാ നേട്ടങ്ങളും നിങ്ങളെ തേടിയെത്തുന്ന ഭാഗ്യസമയം ആഗതമായി. സമൂഹത്തിന്റെ മുന്നിൽ തലയുയർത്തി നിൽക്കാൻ സാധിക്കുന്ന തരത്തിലുള്ള നേട്ടങ്ങൾ നിങ്ങൾ സ്വന്തമാക്കും. ഇതുവരെ അനുഭവിച്ചു വന്നിരുന്ന അപമാനങ്ങളും അവഗണനകളും ഒക്കെ മാറാൻ പോകുന്നു. ഒരു സമൂഹത്തിന്റെ മുന്നിൽ തലയുയർത്തി നിൽക്കാൻ പറ്റുന്ന രീതിയിലുള്ള അഭിമാന നേട്ടങ്ങൾ നിങ്ങൾ സ്വന്തമാക്കും. നിങ്ങൾ മൂലം കുടുംബത്തിൽ അഭിമാന നിമിഷങ്ങൾ വന്നു ചേരും. കുടുംബത്തിൽ മംഗളകർമ്മങ്ങൾ നടക്കാനും പോകുന്നു. അതുവഴി നിങ്ങളുടെ ജീവിതത്തിൽ ചില മാറ്റങ്ങളൊക്കെ വന്നു ചേരും. അത് നിങ്ങൾക്ക് പ്രയോജനകരമാകുന്ന രീതിയിൽ നേട്ടങ്ങൾ സൃഷ്ടിക്കുന്ന രീതിയിലുള്ള മാറ്റങ്ങളാണ്. വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു കാലഘട്ടത്തിൽ എഴുതുന്ന പരീക്ഷകളിലൊക്കെ ഉന്നത വിജയം കരസ്ഥമാക്കാനും വിദേശ രാജ്യത്തേക്ക് ഉപരിപഠനത്തിന് പോകാനുള്ള സാധ്യതയും കാണുന്നു. വിദേശ രാജ്യത്തേക്ക് ജോലിക്ക് പോകാനായി ആഗ്രഹിക്കുന്നവർക്കും എന്തുകൊണ്ടും അനുകൂല സമയം ആരംഭിച്ചിരിക്കുന്നു. ജീവിതം ഇനി രക്ഷപ്പെടും. അടുത്തത് ഉത്ര നക്ഷത്രമാണ്. ഇവർക്കും ഭാഗ്യാനുഭവങ്ങൾ ഇനി ഒന്നിനു പുറകെ ഒന്നായി തേടി വരുന്ന സമയം ആരംഭിക്കുകയാണ്. വളരെയേറെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളിലൂടെയായിരുന്നു ഉത്ര നക്ഷത്രക്കാർ ഇതുവരെയും കടന്നുപോയത്. എന്തിനിറങ്ങി തിരിച്ചാലും തടസ്സം. സാമ്പത്തികമായിട്ടൊന്നും കയ്യിൽ നിൽക്കാത്ത അവസ്ഥ. ലോട്ടറി എടുത്താൽ പോലും അടിക്കാറില്ല. സാമ്പത്തികമായിട്ട് എന്ത് കാര്യത്തിന് ഇറങ്ങി തിരിച്ചാലും അതിൽ നഷ്ടം മാത്രമായിരുന്നു. ആ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെ നിങ്ങളെ വിട്ടുമാറാൻ പോകുന്നു. സാമ്പത്തികമായി ഇനിയൊരു ഉയർച്ചയിൽ നിങ്ങൾ എത്തിച്ചേരും. ലോട്ടറി എടുക്കാൻ ഉദ്ദേശിക്കുന്ന ഉത്ര നക്ഷത്രക്കാർ നിങ്ങളുടെ ഭാഗ്യസംഖ്യ കൂടെ ആ നമ്പറിൽ ഉൾപ്പെടാൻ ശ്രമിക്കണം. കുടുംബ ദൈവത്തെ പ്രാർത്ഥിച്ച് ലോട്ടറി എടുത്തു കഴിഞ്ഞാൽ അതിൽ ഫലം ഉറപ്പാണ്. തിങ്കൾ അല്ലെങ്കിൽ ബുധൻ എന്നീ ദിവസങ്ങളിൽ ഉത്തര നക്ഷത്രക്കാർ ലോട്ടറി എടുത്താൽ ഭാഗ്യത്തിനുള്ള സമയം അനുകൂലമാകും. എന്താണെങ്കിലും ഉത്തര നക്ഷത്രക്കാരെ സംബന്ധിച്ച് ഓണം ആരംഭിക്കുന്നതിന് മുമ്പായി വലിയ രീതിയിലുള്ള സാമ്പത്തിക നേട്ടം പ്രതീക്ഷിക്കാം. ഇപ്പോഴത്തെ സാമ്പത്തിക പ്രയാസങ്ങളൊക്കെ മറികടക്കുന്ന രീതിയിൽ സാമ്പത്തിക ഭദ്രത ഉറപ്പുവരുത്താൻ സാധിക്കുന്ന രീതിയിലുള്ള നേട്ടങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകും. അടുത്തത് പൂരാട നക്ഷത്രമാണ്. നിങ്ങളുടെ സങ്കടങ്ങളൊക്കെ തീരാൻ പോകുന്നു.
ഇനി ഭാഗ്യ ഗുണാനുഭവങ്ങളുടെ ദിവസങ്ങൾ ആരംഭിക്കാൻ പോവുകയാണ്. ഇഷ്ടപ്പെട്ട വ്യക്തിയെ ജീവിത പങ്കാളിയാക്കി കൂടെ കൂട്ടാൻ സാധിക്കും. ഏറെ നാളായുള്ള രോഗദുരിതങ്ങളൊക്കെ നിങ്ങളിൽ നിന്നും വിട്ടൊഴിയും. പൂർണ്ണ ആരോഗ്യം വീണ്ടെടുക്കുന്നതിനും സന്തോഷകരമായ ഒരു കുടുംബജീവിതം നയിക്കുന്നതിനും പൂരാട നക്ഷത്രക്കാർക്ക് ഇനി സാധിക്കുന്നതാണ്. ചില ഭാഗ്യ നേട്ടങ്ങൾ നമുക്ക് അനുകൂലമായി കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം പിന്നെ പിടിച്ചാൽ കിട്ടില്ല. ഉയരങ്ങൾ കീഴടക്കുക തന്നെ ചെയ്യും. അത്തരം ഭാഗ്യ സമയമാണ് ഈ പറഞ്ഞിരിക്കുന്ന നക്ഷത്രക്കാരെ ഓണം ആരംഭിക്കുന്നതിന് മുന്നായി തേടിയെത്താൻ പോകുന്നത്. അപമാനം നേരിട്ട ഇടങ്ങളിൽ നിന്നും ഇനി അഭിമാന നേട്ടങ്ങളാൽ ഉയർന്നു വരാം. എന്തുകൊണ്ടും ജീവിതം രക്ഷപ്പെടുന്ന സമയം ആരംഭമാവുകയാണ്. എല്ലാവരും നിങ്ങളുടെ ഇഷ്ട ദൈവത്തെയും കുടുംബദേവതയെയും പ്രാർത്ഥിച്ച് മുന്നോട്ട് പോകാൻ ശ്രമിക്കുക. അടുത്തൊരു രാശിഫലവുമായി കാണും വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം, ശിവോഹം.